ഒരിക്കൽ എൻ്റെ സഹോദരൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ ഇപ്പം ചെയ്യുന്ന ജോലി എന്താണ് എന്നുള്ളത് നിനക്ക് ബോധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൃത്യമായിട്ടുള്ള ബോധമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. ആ ജോലിനെക്കാട്ടിലും എത്രയോ മാന്യതയുള്ളതാണ് വേശ്യാവൃത്തി. നീ അതിന് പോട്, അതായിരിക്കും നിനക്ക് എന്തുകൊണ്ടും നല്ലത്. ഇനി കൂടെ പോരാൻ ആളില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാട്ടോ എന്നൊരു വാക്കൂടിയും പറഞ്ഞു. അപ്പം സ്വന്തം സഹോദരന്മാർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ സ്വന്തം സഹോദരനല്ല കേട്ടോ, ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ്. അന്ന് ഞാൻ ഒരുപാട് വിഷമിച്ചു. ഈ ഒരു ചിത്രവര എന്ന് പറയുന്നത് ഇവരെയൊക്കെ കണ്ണിൽ ഇത്രത്തോളം മോശമായിട്ട് കാണാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് ഒരുപാട് ഞാൻ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് അതിനെ തിരിച്ചറിയുന്നുണ്ട്. വിശപ്പിനെക്കാട്ടിലും വലുത് മതമാണ് എന്ന് ചിലരെനിക്കിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതെനിക്ക് വല്ലാത്ത ഒരു ഷോക്ക് തന്നെയായിപ്പോയി. വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം നൽകാൻ പോകുമ്പോഴും അവരവിടെ ജാതിയും മതവും അവരുടെ ജോലിയും നോക്കിയിട്ടേ ആ ഭക്ഷണം പോലും സ്വീകരിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അന്നിപ്പം ഞാൻ എൻ്റെ മൂത്ത സഹോദരിനോട് പറഞ്ഞിട്ടുണ്ട്, അന്ന് എൻ്റെ ബ്രദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവനൊന്നുകൊണ്ടും കുറ്റം പറയരുത്. അത്രമേൽ സെൻസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് മതം എന്ന് പറയുന്നത്. ആ മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലെ ദൈവത്തെ വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പല പല ബുദ്ധിമുട്ടുകളും പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അനുഭവിച്ചു. പലരും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുക വരെ ചെയ്തു. ഇപ്പോഴേ എന്നോടുള്ള വാശിക്ക് എൻ്റെ മക്കളോടും പലരും പല രീതിയിലും പെരുമാറുന്നു. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു കലയായിട്ട് മാത്രം നിങ്ങൾക്കിതെടുത്താൽ പോരെ. അതിലേക്ക് എന്തിനാണ് മതം കൊണ്ടുവരുന്നത്? മതം കൊണ്ടുവരുമ്പോഴല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഏതൊരു ദുരന്തം വന്നാലും എല്ലാവരും ചേർത്ത് ഒന്നോടെ കൈ പിടിച്ച് നിൽക്കുന്നില്ലേ? അപ്പം ഇതും നിങ്ങൾക്ക് അങ്ങനെ നിന്നാൽ പോരെ. സ്വർഗവും നരകവും ഒക്കെ മരണാനന്തര ശേഷമല്ലേ. എനിക്ക് ഇനി നരകത്തിലേക്കാണ് പോവാൻ യോഗമെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ പോവും. അതാരെന്ത് പറഞ്ഞാലും അതിനെ മാറ്റാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അതൊക്കെ ഓർത്ത് എന്തിനു ബോധേടാവുകയാണ്? എൻ്റെ കാര്യങ്ങൾ എനിക്ക് വിട്ടു തരിക. ഇങ്ങനെ അഭിപ്രായം പറയാൻ വന്ന് ഓരോരോ വിഷമങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്കിങ്ങനെ വികൃതമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതെൻ്റെ ജോലിയാണ്, എൻ്റെ വരുമാനമാണ്, എൻ്റെ കുടുംബത്തെ താങ്ങി നിർത്തുന്നതാണ്. അത്രയെങ്കിലും കണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ എന്നുള്ളൊരു വാക്കാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്.